എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി പൊതുജനം കഴുതൽ സർ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ഒട്ടേറെ പ്രേക്ഷകർ ഈ മഴ വിവരങ്ങൾ ചോദിക്കുന്നുണ്ട്. ഏതൊക്കെ അലേർട്ട്, ഏതൊക്കെ ജില്ലകളിൽ എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മൾ അല്പസമയത്തിനകം ഏതൊക്കെ ജില്ലകളിൽ ഏതൊക്കെ മഴ മുന്നറിയിപ്പുകൾ എന്നതുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. മഴ വിവരങ്ങൾ പ്രേക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പുതിയ വിവരങ്ങൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. ഇടവേളയ്ക്ക് മുൻപ് സൂചിപ്പിച്ച ആ വാർത്തയിലേക്ക് നമ്മളൊന്ന് കടക്കുകയാണ്. ഏത് നിമിഷവും ഒരു ദുരന്തം അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന പേടിയിൽ കഴിയുകയാണ് പാലക്കാട് ഒറ്റപ്പാലം വരോട് നിവാസികൾ. പ്രദേശത്തെ കരിങ്കൽ ക്വാറിയുടെ പ്രവർത്തനത്തിലാണ് നാട്ടുകാരുടെ ആശങ്ക. മതിയായ അനുമതികൾ ഇല്ലാതെയാണ് ക്വാറിയുടെ പ്രവർത്തനമെന്ന് നാട്ടുകാർ പറയുന്നു. സഞ്ചാരികൾക്ക് അനകൻമല എന്നാൽ കാഴ്ചയുടെ വസന്തമാണ്. ചുറ്റിലും പച്ചപ്പും പാറപ്പുറത്തു നിന്നുള്ള കാഴ്ചയും കാറ്റും എല്ലാം അനുഭവിച്ചു തന്നെ അറിയണം. അനങ്ങന്മല പൊട്ടിത്തുടങ്ങി, ഞങ്ങൾ മരിക്കും. പ്രദേശവാസികൾക്ക് അഡ്വാൻസ്ഡ് ആദരാഞ്ജലികൾ. പ്രദേശത്ത് ഇങ്ങനെയൊരു ബോർഡ് വെക്കാൻ കാരണം കഴിഞ്ഞ കുറേ അധികം നാളുകളായി മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു ക്വാറി മൂലമാണ്. വലിയ അപകട മുനമ്പിലാണ് പ്രദേശവാസികൾ ഇപ്പോൾ കഴിയുന്നത്. ഇവിടുത്തുകാർക്ക് അനങ്ങന്മല എന്നാൽ ഇന്നൊരു ഭയമാണ്. ഏത് നിമിഷവും ഒരു ദുരന്തത്തെ മുന്നിൽ കാണേണ്ടി വരുമെന്ന് ഭയന്ന് ജീവിക്കുകയാണ് അവർ. ആയിരക്കണക്കിന് ആളുകളാണ് അനങ്ങന്മലയ്ക്ക് താഴെ വരോട് മേഖലയിൽ ജീവിക്കുന്നത്. ഉറച്ചൊരു മഴ പെയ്താൽ ഇവിടുത്തുകാർക്കിപ്പോൾ പേടിയാണ്. നേരത്തെ ഉരുൾപൊട്ടിയ സ്ഥലത്ത് തന്നെ ക്വാറി പ്രവർത്തനം തുടങ്ങി. ക്വാറി സജീവമായതോടെ രാത്രിയിൽ ഉറങ്ങാൻ പോലും ആകുന്നില്ലെന്ന് നാട്ടുകാർ. ഇവിടെ ഒറ്റപ്പാലം താലൂക്കിൽ ഇവിടെ ഞാൻ അറിയാൻ ഒരു അധികാരികളൊന്നും അറിയാത്തവരില്ല, അറിയിക്കാത്തവരില്ല, വന്ന് കണ്ട് സാക്ഷ്യപ്പെടുത്താത്തവരില്ല. ഇവരൊക്കെ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണോ അതോ ഉറക്കം നടിച്ചുകൊണ്ടിരിക്കുകയാണോ നമുക്ക് സംശയമാണ്. ഞാൻ ഈ കോറി നടത്തുന്നതിന് നേരെ താഴെ താമസിക്കുന്നത്. 2018 മുതൽ ഞങ്ങൾ സമാധാനമായിട്ട് ഉറങ്ങണില്ല. മതിയായ പാരിസ്ഥിതിക അനുമതികളോടെയല്ല ക്വാറിയുടെ പ്രവർത്തനമെന്നാണ് ആക്ഷേപം. അവിടെ പൊട്ടുന്ന സമയത്ത് നമ്മളെ വീടാണിത്. ഇവിടെ ജനലുകൾ ഇങ്ങനെ ഇത് ചെയ്യും. നല്ല മറ്റേ ഒരു പറയൽ വരും. നല്ല കാഠിന്യമായ പൊട്ടുന്നത്. പിന്നെ ആരും ചോദിക്കാനും പറയാനൊന്നുമില്ല. നമ്മൾ ഉദ്യോഗസ്ഥന്മാരൊക്കെ അവർക്ക് ഒത്താശ ചെയ്ത് കൊടുക്കണു. 10 ലോഡ് കല്ലിന് എടുക്കാൻ ഓർഡർ കൊടുക്കാൻ 300 ലോഡ് കല്ല് ഇറങ്ങി പോകണു. ആരും ചോദിക്കാനുമില്ല, അവിടെ പോയി അന്വേഷിക്കാനില്ല, പറയാനുമില്ല. മരിക്കും മുമ്പേ പ്രദേശവാസികൾക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് ഫ്ലക്സ് സ്ഥാപിച്ചിരിക്കുകയാണ് നാട്ടുകാർ. ക്വാറിക്ക് അനുമതി നൽകിയവരോടുള്ള പ്രതിഷേധം ഇങ്ങനെ അറിയിക്കുകയാണിവർ. ആ കാണുന്ന ക്വാറിയിൽ വലിയ വലിയ പൊട്ടലുകൾ ഉണ്ടാകുമ്പോൾ ഈ താഴെയുള്ള മനുഷ്യരുടെ നെഞ്ചിൽ ആദിയാണ്. ക്വാറിയുടെ പ്രവർത്തനം എന്നേക്കുമായി അവസാനിപ്പിക്കാതെ തങ്ങൾക്ക് സ്വൈര്യ ജീവിതം സാധ്യമാകില്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ശ്യാം ബാലുവിനൊപ്പം ഒറ്റപ്പാലത്തുനിന്ന് നിഖിൽ പ്രമേഷ്, 24. പൊതുജനം കഴുതയല്ല സാർ. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ്, പലയിടത്തും ശക്തമായ മഴയുണ്ട്. നഗല, വയനാട് ഹെവി റെയിൻ ആൻഡ് തണ്ടർ എന്ന് അറിയിക്കുന്നുണ്ട്. ദേവിക രാമചന്ദ്രൻ തിരുവനന്തപുരം അമ്പൂരി ഭാഗത്ത് മഴയുണ്ടെന്ന് പറയുന്നു. വയനാട്ടിലെ മഴയുടെ കാര്യം അതുൽ NP ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മലപ്പുറത്ത് ഭയങ്കര മഴയാണെന്ന് ഒരുപാട് പ്രേക്ഷകർ കമന്റ് ചെയ്യുന്നുണ്ട്. റഫീഖ് ചോദിക്കുന്നത് വീണ്ടും മഴ തുടങ്ങി നാശമുണ്ടാകുമോ, കാലാവസ്ഥ റിപ്പോർട്ട് ഇങ്ങനെയാണോ എന്നതാണ് ചോദ്യം.